അസ്സലാമു ചന്ദ്രിക പത്രത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി പരപ്പനങ്ങാടിയിൽ നടന്ന ഒരു മഹാസമ്മേളനത്തെപ്പറ്റി സാറ് പറഞ്ഞല്ലോ. അതിലാണല്ലോ MK ഹാജി സാഹിബിനെ താങ്കൾ പരിചയപ്പെടുന്നത്. അപ്പോൾ MK ഹാജി സാഹിബ് ബന്ധപ്പെട്ട നമ്മുടെ ചരിത്രത്തിലേക്ക് താങ്കളുടെ ഒരു മനസ്സിലുള്ള ഓർമ്മകൾ ഒന്ന് ഷെയർ ചെയ്യുന്നത് വളരെ സന്തോഷകരമാണ്. 55-ലാണ്. അപ്പോൾ ചന്ദ്രികൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് വന്നു. പരപ്പനങ്ങാടി റെയിൽവേ ഗേറ്റിൻ്റെ അടുത്താണ് ഒരു മൈതാനമായിരുന്നു. ആ മൈതാനത്തിൽ വെച്ചിട്ടാണ് അന്ന് യോഗ ഉണ്ടായിരുന്നത്. എന്നാണ് ആദ്യമായിട്ട് ഞാൻ കാണുന്നത് സമ്മേളനത്തിൽ. അപ്പോൾ ചന്ദ്രിക എന്ന് പറഞ്ഞു വെച്ചാൽ ഇവിടെ ഇന്ന് കഴിഞ്ഞ വിവരങ്ങൾ 2 ദിവസം കഴിഞ്ഞാലും നമ്മളെ പത്രത്തിൽ വരും. അത്രയും നമ്മളെ പത്രത്തിന് കഴിയുള്ളൂ. എങ്കിലും ചന്ദ്രിക നിലനിർത്തണം. അതിൽ നിങ്ങളെല്ലാവരും പരിചയക്കാരാവണം, എല്ലാവരും വായിക്കണം എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ചന്ദ്രികയൊക്കെ പ്രചരിപ്പിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് MK കാണുന്നത് ചെറുപ്പം മുതൽ തന്നെ ചന്ദ്രിക കണ്ടാണ് വളർന്നത്. അപ്പോൾ ചന്ദ്രിക സ്ഥിരമായിട്ട് വായിച്ചിരുന്നു അല്ലേ? നിങ്ങളെ വാപ്പാൻ്റെ പേരെന്തായിരുന്നു? മുഹമ്മദ് NP മുഹമ്മദ്. അപ്പോൾ ചന്ദ്രികൻ്റെ തുടക്കത്തിൽ തന്നെ വാപ്പ ചന്ദ്രിക വരുത്തിയിട്ടുണ്ട്. പിന്നെ ആഴ്ചപ്പതിപ്പും വരും. അന്ന് ആഴ്ചപ്പതിപ്പിനുള്ളത് ഒരാഴ്ചയുടെ എല്ലാ വിവരങ്ങളും അതിലുണ്ടാവും എന്നാണ് അന്ന് ഞങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചത്. ദിവസത്തെ വിവരമല്ല, ഒരാഴ്ചത്തെ വിവരങ്ങളൊക്കെ അറിയില്ലല്ലോ. അറിയില്ല. ആഴ്ചപ്പതിപ്പ് എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഉണ്ടാകുന്ന വാർത്തകൾ ഉണ്ടായാൽ ഇതൊരു ദിവസത്തെ അല്ലേ, ഡെയിലി അല്ലേ, അത് ആഴ്ചപ്പതിപ്പല്ല. അപ്പൊ ആഴ്ചയില് എല്ലാ വിവരങ്ങളും കൂടിയത് ഇതിലുണ്ടാവും എന്നാണ് ധരിച്ചു വെച്ചിരുന്നത്. ചന്ദ്രിക ആഴ്ചപ്പതിപ്പിനെ പറ്റി നിങ്ങളെ വീട്ടിൽ ചന്ദ്രിക ആഴ്ചപ്പതിപ്പുണ്ട്, ചന്ദ്രിക പത്രമുണ്ട്. പഠനത്തിരക്കല്ലുള്ളൂ. നിങ്ങളെ വൈഫിന്റെ ഒരു ജോലി സംബന്ധമായ വൈഫ് വൈഫ് വളരെ ചെറുപ്പത്തിൽ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ അബ്ദുറഹ്മാന്റെ മകൻ അലിസമോലിന്റെ മകളാണ് ഇവിടെ ചേരാൻ വന്നത്. ചേർന്ന ഉടനെ വേദാമോലി വിളിച്ചിട്ട് MK കാണിച്ചു കൊടുത്തിട്ട് അബ്ദുറഹ്മാന്റെ പേരക്കുട്ടിയാണ്. അവളെ കുത്തിപ്പിടിച്ച് കരഞ്ഞു. അങ്ങനെ ആ കുട്ടി വലുതായി ഇവിടുന്ന് തന്നെ SSLC കഴിഞ്ഞ് TTC കഴിഞ്ഞുകൊണ്ട് ഞാൻ കല്യാണം കഴിച്ചു. പിന്നെയാണ് ഇവിടെ പോസ്റ്റ് ഉണ്ട് എന്ന് കേട്ടപാട് ഇവിടെ വന്ന് നേരെ അബ്ദുറഹ്മാന്റെ ഫാമിലി MK ഹാജിന്റെ അടുത്ത് ചെന്ന് ധാരാളം ഇവിടെ പഠിച്ച ആളാണ്. അബ്ദുറഹ്മാൻ ഹാജിന്റെ പേരക്കുട്ടിയാണ്. നേരെ ഞാൻ മജീദിനോട് പഠിച്ചു വെക്കാൻ പറയും എന്ന് പറയാണ് ഈ ഉത്തരം ഉണ്ടായത്. അന്ന് മജീദാക്കിയാണ് ഫ്രണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് എൻ്റെ എല്ലാം മജീദാക്കിൻ്റെ അവിടെ വൈഫിന് അപ്പോഴും തന്നെ പോയി അതിനുള്ള ഓർഡർ തരികയും പോയി ചേരുകയും ചെയ്തു. ഇവിടെ പഠിച്ച ആളുകൾക്ക് അത്രയും പ്രിഫറൻസ് ആയിരുന്നു അന്ന് നടത്തുന്നത്. MK ഹാജിയെ ബന്ധപ്പെട്ട് അന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളിൽ ഒട്ടുമ്മൽ കടപ്പുറത്തെ പള്ളി, ഒട്ടുമ്മൽ കടപ്പുറത്ത് പള്ളി ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനമെടുത്തു. അത് അവിടുത്തെ കുറെ കുട്ടികൾ ലൈബ്രറി തുടങ്ങി, പുസ്തകം വായിച്ച് അങ്ങനെ കുട്ടികൾ ആദർശകരായിട്ട് കുറെ അധികം മുജാഹിദീങ്ങളായിട്ട് ഇങ്ങനെ മാറിയപ്പോഴ് അവിടെ ഒരു ഷെഡ് കെട്ടാൻ തീരുമാനിച്ചു. അങ്ങനെ ഷെഡ് കെട്ടി പിന്നെ കെട്ടിയതൊക്കെ കുട്ടികളെല്ലാവരും കൂടിയിട്ട് സാവധാനമായിട്ടാണ് ചെയ്തു. പക്ഷെ വൈകുന്നേരം ആയപ്പോഴത്തേന് അത് നേരെ കടലിൽ കൊണ്ടുപോയിട്ടു. കടപ്പുറത്ത് കടലിലായി. അങ്ങനെ വീണ്ടും കെട്ടും, അത് കടപ്പുറത്ത് കടലിലിടും. അങ്ങനെയായി. പിന്നെ ഏതായാലും പള്ളി എടുക്കണമെന്ന് അങ്ങനെ രാഷ്ട്രീയമായിട്ട് സംസാരിക്കുമ്പോൾ ആൾക്കാരുടെ മറ്റും അവിടെ എടുത്താൽ ഇനി കുഴപ്പമുണ്ടായാലോ, അപ്പൊ ലീഗിൽ നിന്ന് ആൾക്കാർ പോകില്ലേ എന്നുള്ളതാണ് ആൾക്കാരുടെ ആരും സംബന്ധിച്ചിടത്തോളം ഇതുണ്ടായത്. അപ്പോൾ പിന്നെ MK പറഞ്ഞു അവിടെ പള്ളി എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരിക്കൽ നമ്മള് അടുത്ത ദിവസം ജുമാ അവിടെ നടത്തണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അന്ന് ഏതായാലും ഉറപ്പിച്ച് എല്ലാവരും കൂടി പോയി. പക്ഷെ അന്ന് ഇതന്നെ സ്ഥിതി ഉണ്ടായത്. നമ്മളൊക്കെ ചെന്ന് ജുമാണ്ട് വിചാരിച്ചാ പോയത്. പക്ഷേ സാധനങ്ങളെല്ലാം കിടക്കുന്ന കടലിലാണ്. അത്
അങ്ങനെ ഉണ്ടാക്കിയ പള്ളി ഒന്നായിട്ട് കടലിലൊക്കെ എടുത്തിട്ടിരിക്കുന്നത്. ആ അങ്ങനെ LKG കൂടി പരിശ്രമിച്ചതിന് ശേഷമാണ് ധൈര്യം തന്നിട്ടാണ് പിന്നെ അവിടെ സ്ഥലം എടുത്തത്, പള്ളി ഉണ്ടാക്കിയത്. അൽഹംദുലില്ലാ ഏറ്റവും ഈ പിന്നെ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ മെമ്പർമാരുള്ള യൂണിറ്റ് കൊട്ടുമ്പൽ യൂണിറ്റ്. അവിടെ ആ പ്രദേശത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രം തന്നെ മാറി. ആ തീരദേശത്തെ ആ സാധാരണക്കാര് ഈ നവോത്ഥാന ആശയത്തിലേക്ക് വന്നു. അതിന് MK ഹാജിയാണ് അതിന്റെ കാരണവും ധൈര്യം നൽകിയത് അല്ലേ? പിന്നെ ഉമ്മർമൊലി നമ്മുടെ കൃഷ്ണയ്യർ മാഷ് മാധവാനന്ദ സ്കൂളിലെ കൃഷ്ണയ്യർ അദ്ദേഹത്തിന്റെ മകനാണ് ഇന്നിപ്പോ ഇന്ത്യയുടെ ഏറ്റവും വലിയ തലപ്പത്തിരിക്കുന്ന പങ്കെടുത്തു. പള്ളി ഉഷാറായിട്ട് നടക്കുന്ന വലിയ പ്രവർത്തനത്തില് അതിയായ പങ്കുണ്ട്. അതൊരു ഞായറാഴ്ച ആ പള്ളിന്റെ തറക്കല്ലിടലുണ്ട് പറഞ്ഞിട്ട് സിയ എന്നോട് പറഞ്ഞു, നമുക്ക് നാളെ ഞാൻ ഞായറാഴ്ച നിൽക്കില്ല, നാളെ നമുക്ക് ഈ പള്ളിന്റെ തറക്കല്ലിടലുണ്ട്, നമുക്ക് രണ്ടാം കൂടി പോവാൻ പറഞ്ഞു. അങ്ങനെ ഞാനും സിയും പോയി. അവിടെ ഇവര് അപ്പൊ കടപ്പുറത്തേരെ അക്രമം കാരണം തറക്കല്ലിടാൻ പറ്റിയില്ല. ഞങ്ങൾ തിരിച്ചു പോകുന്നു. പിന്നെ MK ഹാജി ഈ പ്രശ്നത്തിന് കലക്ടറേറ്റ് പോയി. കലക്ടറേറ്റ് പോയിട്ട് പിന്നെ കലക്ടറോട് ഈ പ്രശ്നം പറഞ്ഞു. മൂപ്പര് അന്ന് പറഞ്ഞൊരു വാചകമുണ്ട്, ഞാൻ അഖിലേന്ത്യാ ലീഗിന്റെ പ്രസിഡന്റാണ്, പക്ഷെ ഇക്കാലം വരെ എൻ്റെ ഒരു രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഞാൻ സമീപിച്ചില്ല. ഇതിന്റെ വിശ്വാസപരമായ പ്രശ്നമാണ്. ഈ പ്രശ്നത്തിന് നിങ്ങൾ അതിനും പരിഹാരം കണ്ടേ പറ്റുള്ളൂ. അങ്ങനെ കലക്ടറുടെ സമ്മതപ്രകാരമാണ് പിന്നെ അതിന്റെ തറക്കല്ലുകളൊക്കെ അങ്ങനെ ഞായറാഴ്ച അവിടെ പോയി. ഞങ്ങൾ രണ്ടാളും പോയി മടങ്ങി പോകുന്നത് എനിക്ക് ഓർമ്മ ഉണ്ട്. ശരി. അപ്പോൾ കൊട്ടുമ്മൽ കടപ്പുറത്തെ പിന്നെ അനുഭവത്തെ പറ്റി പറഞ്ഞതേ TP പറഞ്ഞതെന്ന് വെച്ചറിയോ, 1920 കാലത്തെ മുസ്ലിങ്ങൾ കൊട്ടുമ്മൽ കടപ്പുറം ഭാഗത്തൊക്കെയുള്ള മുസ്ലിങ്ങളില്ലേ, ആ പോലെയാണ് ഇപ്പോൾ ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾ. അപ്പോൾ MK ഹാജി പോലത്തെ ആൾക്കാർ നവോത്ഥാന പ്രവർത്തനം നടത്തിയില്ലെങ്കിൽ ഇപ്പോഴും ഇവിടുത്തെ മുസ്ലിങ്ങൾ ഇങ്ങനെ ആവുകയാണ്. ഒരു പള്ളി മാത്രമല്ല ഉണ്ടാക്കിയത്, മറിച്ച് എന്താണ് ഒരു ജനതയെ മാറ്റിയെടുത്തു. അതിനാണ് MK ഹാജി അധ്വാനിച്ചത്. അത്ര മാത്രമല്ല, സമസ്ത എന്ന് പറയുന്ന ഒരു ഇസ്ലാമിന്റെ വക്താക്കളാണെന്ന് പറയുന്ന സമസ്തക്ക് സത്യത്തിൽ ദീന് എന്താണെന്ന് പഠിപ്പിച്ചത് സലഫികളാണ്, അല്ലെങ്കിൽ മുജാഹിദുകളാണ്, അല്ലെങ്കിൽ MK ഹാജിയെ പോലത്തെ ഗവൺമെന്റ് ആൾക്കാർ. കാരണം അന്ന് എല്ലാം ഹറാമായിരുന്നു. സ്കൂൾ പഠിക്കില്ല, മദ്രസ എന്നുള്ള പേരിനെ പറയാൻ പാടില്ല. മദ്രസ എന്നുള്ള മീം ജഹന്നമിന്റെ മീമെന്ന് പരസ്യമായിട്ട് പ്രസംഗിച്ചിരുന്ന കാലമാണ്. അന്ന് മദ്രസ മുജാഹിദുകൾക്ക് മാത്രമേ ഉള്ളൂ, അത് മറ്റൊക്കെ ഓത്തല്ലിയാണ്. ഇപ്പൊ ഇന്ന് 10,000-12,000 ഒക്കെ മദ്രസ സമസ്ത അംഗീകരിച്ച് മനുഷ്യൻ രണ്ട് ഗ്രൂപ്പുകൾക്ക് വേറെ ഉണ്ട്. ഇപ്പൊ അന്ന് മുജാഹിദ് എന്തൊക്കെ പിന്നെ ഇസ്ലാമികമായ നവോത്ഥാനങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചോ അതൊക്കെ ഇപ്പൊ ഇരു സമസ്തയും നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. എക്സെപ്റ്റ് മുസ്ലിം കുടുംബങ്ങൾ വളരെ കുറഞ്ഞ ഒരു പരിസരമാണ് അരിയല്ലൂർ മാധവാനന്ദപുരം. അവിടെ കുട്ടികൾ പല സ്ഥലത്തു നിന്നാണ് സ്കൂളിലേക്ക് പോകുന്നത്. ഹൈസ്കൂളാണ്, ഹയർ സെക്കൻഡറി വരെയുള്ള വലിയ സ്കൂളാണ്. ധാരാളം മുസ്ലിം കുട്ടികൾ പഠിക്കുന്നു. പക്ഷെ അവർക്ക് മൂത്രമൊഴിക്കാനോ അല്ലെങ്കിൽ മര്യാദക്ക് വൃത്തിയാക്കാനോ ഉള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് MSFനോട് സമരം ചെയ്ത് സൗകര്യപ്പെടുത്തിയെങ്കിലും വേണ്ടത്ര സൗകര്യമായില്ല. അങ്ങനെയാണ് അവിടെ ഒരു പള്ളി ഉണ്ടാക്കണം എന്ന് കരുതി വളരെ ചെറിയ രൂപത്തിലെങ്കിലും ഒരു പള്ളി ഉണ്ടാക്കണം അതിന് തീരുമാനമെടുത്തു. അതിന് ഒരാള് സ്ഥലം ഒക്കെ ചെയ്യുകയും ചെയ്തു. സുബൈദ ടീച്ചർ സ്ഥലം തന്നു, അതിൽ പള്ളി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ MK ഹാജിയുടെ അടുത്ത് വന്നിട്ട് വല്ല അറബികളും പള്ളി എടുത്തു കൊടുക്കുന്ന കാലാണ്, ആരെങ്കിലും എടുത്തു തരും എന്നുള്ള ധാരണയിലാണ് ഞാൻ MCC അഹമ്മദ് മകൻ സലീം മാസ്റ്റർ, VK ആദം, ഇങ്ങനെ മൂന്നാളും കൂടി ചെന്ന് MK ഹാജിയോട് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾക്കൊരു പള്ളി വേണം. ആയിക്കോട്ടെ, പള്ളി വേണം. അതിന് ഞങ്ങൾ എന്ത് ചെയ്യും,
നിങ്ങൾ ചെന്നിട്ട് ആളോട് പറയാ, ആളോട് പിരിപ്പിക്കുക, എന്നിട്ട് പള്ളി ഉണ്ടാക്കുക. അങ്ങനെ ആരെങ്കിലും അറബികളൊക്കെ എടുത്തുന്ന അങ്ങനെയല്ല പള്ളി ഉണ്ടാക്കുന്നത്. പള്ളി ഉണ്ടാക്കേണ്ടത് ആളുകളോട് ചെന്ന് ചോദിച്ച് അവരിഷ്ടമുള്ളത് തരും, അതുകൊണ്ട് തുടങ്ങണം. എൻഗേജ് പറഞ്ഞു. അപ്പൊ MKG പറഞ്ഞു, ഞങ്ങൾ കുട്ടികളില്ല, അന്ന് വളരെ ചെറുപ്പമാണ്, 82-ലാണ്, 1982-ലാണ് സംഭവം. അപ്പോൾ ഞങ്ങൾ കുട്ടികൾ എന്തായാലും ഇവിടുന്ന് പൈസ ഇട്ടുക, നിങ്ങൾ ചെന്നിട്ട് നിങ്ങളല്ല പൈസ വാങ്ങുന്നത്, തരുന്ന ആള് അല്ലാഹു അദ്ദേഹത്തിന് തോന്നിക്കുക ഈ കുട്ടികൾ വന്നത് നല്ല കാര്യത്തിലാണ്, അതുകൊണ്ട് അവർക്ക് പൈസ കൊടുക്കണമെന്ന് പടച്ചോൻ തോന്നിക്കുകയാണ്. അപ്പോഴാണ് പൈസ തരുന്നത്, അല്ലാതെ നിങ്ങളെ മുഖം കണ്ടിട്ടല്ല തരുന്നത് എന്ന് പറഞ്ഞ് ഞങ്ങൾ സമാധാനിപ്പിച്ചു. അതിന് ശേഷം യതീംഖാന ഉണ്ടാക്കിയതും അബൂബക്കറാജിയുടെ അടുത്ത് പിരിവിന് പോയി കഥ പറഞ്ഞു. അത് മറ്റു പലരും പറയാനുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല, ആ കഥ വേറെയാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് അന്ന് 1000 ഉറുപ്പ്യ എടുത്തിട്ട് അഡ്വാൻസ് തരികയും ചെയ്തു. അതാണ് ഞങ്ങളുടെ അസറ്റ്. അങ്ങനെ ഞങ്ങൾ പള്ളിക്ക് 1000 ഉറുപ്പ്യ എന്നാൽ പിന്നെ പള്ളി എടുക്കാനും വയ്യല്ലോ. അങ്ങനെ ശ്രമിച്ചു 1000 ഉറുപ്പ്യ 82-ലാണ് അത് തന്നു. അങ്ങനെ അതുകൊണ്ടാണ് തുടങ്ങിയത്. ഇന്നിപ്പോ 1 ലക്ഷം ഉറുപ്പ്യ കൊടുക്കണ മാതിരി, 1 ലക്ഷം അല്ല, 1.5 ലക്ഷം കൊടുക്കുന്ന മാതിരി. പിന്നെ ഒരു മാർഗം പറഞ്ഞു എന്താണ്, പിന്നെ നിലമ്പൂര് അരീക്ക മുഹമ്മദാക്കി എടുത്ത ഒരു പള്ളി ഉദാഹരണം, അതിന് ചെല്ലണം, അന്ന് നമുക്ക് അരീക്കനെ കാണാം എന്ന് പറഞ്ഞു. പക്ഷെ അരീക്കൻ്റെ അടുത്ത് ചെന്നു ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു, തന്നെയാണ് ഭക്ഷണമൊക്കെ കഴിച്ചത്. അന്ന് പിന്നെ പരപ്പനങ്ങാടിയിലെ പള്ളിൻ്റെ പിരിവിനും മറ്റുമായിട്ട് ഒരു പലരും പ്രഗത്ഭരായ പലരും സംഭാവനയ്ക്ക് വേണ്ടിയിട്ട് വന്നിരുന്നു. പക്ഷേ ആരെയും സ്വീകരിച്ചില്ല. എടക്കര പള്ളി ഉദ്ഘാടനത്തിനാണ്. അപ്പോ ആരെയും സ്വീകരിച്ചില്ല. അപ്പൊ 2 പൈതമക്കളെ ചെറുപ്പക്കാരായ ഞാനും സലീം മാസ്റ്റർ ആദമുണ്ട്, MCC. അപ്പൊ പറഞ്ഞു പിന്നെ അദ്വൈജി നമ്മുടെ ചെമ്മാട്ടെ AV അദ്വൈജി പറഞ്ഞു, ഇവർക്ക് കൊടുക്കാൻ പറ്റൂല്ലോ, നജ്ജാണ്ട് കൊടുത്താളാ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു തന്നെ. അങ്ങനെ 5000 ഉറുപ്പിക അന്ന് തന്നെ അദ്ദേഹത്തിന്റെ കീശയിൽ നിന്നെടുത്ത് അദ്വൈജിയാണ് തരുന്നത്. അന്ന് വേറെ ഉള്ളവർക്കൊക്കെ സലീമിന്റെ അമ്മാവനടക്കം പറഞ്ഞു മണ്ണും ചാരി എന്നോ പെണ്ണും കൊണ്ടുപോയി. ഞങ്ങൾക്ക് പൈസ കിട്ടി. ഇവര് പ്രഗത്ഭരായ പലരും വണ്ടിയും കാറൊക്കെ എടുത്ത് പോയവർ. അപ്പോ പിന്നെ TTC പിന്നെ അധ്യാപനായടാ UP സെക്ഷനിൽ അധ്യാപനായി. 71 അധ്യാപകൻ. അപ്പൊ MKJ ബന്ധപ്പെട്ട് എന്തെങ്കിലും സംഭവം ഓർമ്മയുണ്ടോ? MKJ ആയിട്ട് അവിടെ ഓറിയന്റൽ ഹൈസ്കൂളിന്റെ ഭാഗത്തായിരുന്നു താമസം. ഒന്ന് രാവിലെ എന്നും പുഴയിലേക്ക് പോകും. പുഴയിലേക്ക് പോയി അവിടുന്ന് സുബഹി നിസ്കരിച്ചിട്ടാണ് വരിക. അപ്പോൾ ഈ സുബഹി നമസ്കാര ടൈം എപ്പോഴും പലപ്പോഴും പല ടൈമിലാണ്. അപ്പോൾ അന്ന് സുബഹി കുറേ വൈകിട്ടാണ്, 5 മണിൻ്റെ ശേഷമാണ്. അപ്പോൾ പുഴയിലൊക്കെ നിസ്കരിച്ച് എല്ലാം കൂടി കുട്ടികളെല്ലാം കൂടി വന്ന്, കുറച്ച് കുട്ടികളൊന്നുമല്ല, ഒരു 1000-ന് മുകളിൽ കുട്ടികളുടെ കാലാണ്. അപ്പോൾ ആ കുട്ടികളെല്ലാം കൂടി കഴിഞ്ഞ് കുളിയും നനയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് മദ്രസയിൽ പോകാനുള്ള ഏകദേശം സമയമായി. അപ്പോൾ അന്ന് വഴിയിൽ നിന്ന് സുബഹി നിസ്കരിച്ച് വന്നാൽ ഉടനെ ഖുർആൻ ഓതും. അന്ന് നേരം വൈകിയാലോ എന്നുള്ള നിലക്ക് വാർഡൻ വിസിലൂതിയാൽ സാധാരണ ഓരോരുത്തർക്കും ഓരോ ജോലികളുണ്ട്. വെള്ളം നിറയ്ക്കുക, അടിച്ചു വാരുക, അങ്ങനെ പലതരത്തിലുള്ള പണികൾ. അപ്പോൾ ആ പണി വേണ്ടി ഓരോരുത്തരും ഓരോ ബാച്ചായിട്ട് പാർട്ടിക്കാന്നാണ് അത് പറയല്. ആ പാർട്ടി നിന്ന് നിൽക്കുന്ന ഇടയിൽ MKJ ഒരു വലിയന് ഒരു കള്ളിത്തുണി, ഒരു തൊപ്പി, ഈ വേഷത്തിനാണ് വന്നിട്ട് വാടന എനിക്ക് ആരാണ് ഇതിന് അധികാരം തന്നെന്ന് പറഞ്ഞ് 2 പൊട്ടിച്ചു. വാടനെ ഈ കുട്ടികളെ മുന്നിൽ തന്നെ പോയി ഓതിയിടാന്നും പറഞ്ഞ് എല്ലാവരും ആട്ടി വിട്ടു. അങ്ങനെ 1/2 മണിക്കൂർ ഓതിയതിന്റെ ശേഷമാണ് പിന്നെ ചായ കൊടുത്ത് മദ്രസയിൽ പോയത്. അങ്ങനെ ഒരു സംഭവം. നിർബന്ധമായിട്ടും രാവിലെ വേണം, നിർബന്ധമായിട്ട് ഓതിക്കോളണം.
അത് മൂപ്പര് മക്കളെ കൊണ്ട് ഓതിപ്പിക്കലുണ്ട്. മക്കളെ കൊണ്ട് പോയി മക്കള് എത്തിയാൻ കുട്ടികളെ ഇടയിൽ മക്കളെ കൊണ്ട് ഇരുത്തും. അതിന്റെ മകള് സഫിയ വലിയ കുട്ടികളാണ്, നമ്മളൊക്കെ ചെറിയ കുട്ടികളാണ്. അവര് പഠിക്കാനായിട്ട് കല്യാണം കുറച്ചുകൂടി നീട്ടി വിദ്യാഭ്യാസം പെൺകുട്ടിക്ക് പിന്നെ പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം വേണമെന്ന അഭിപ്രായം ഉള്ളതുകൊണ്ട് കഴിപ്പിച്ചില്ല. വിവാഹപ്രായമൊക്കെ കഴിഞ്ഞിട്ടാണ് വിവാഹപ്രായം. അന്നത്തെ കാലഘട്ടത്തിൽ വിവാഹപ്രായത്തിന്റെ പരിധിയൊക്കെ കഴിഞ്ഞിട്ടാണ് അമ്മൂട്ടി സാഹിബിനെ കൊണ്ട് പിന്നെ സഫിയാനെ വിവാഹം കഴിപ്പിക്കുന്നത്. കാരണം പഠനമായിരുന്നു ഉദ്ദേശം. അങ്ങനെയാണ് പിന്നെ സഫിയ 10ാം ക്ലാസ് പാസ്സാവണം. പിന്നീട് അമ്മൂട്ടി സാഹിബിന്റെ വിവാഹങ്ങളൊക്കെ ഉണ്ടാവണം. അമ്മൂട്ടി സാഹിബ് ഞാനിവിടെ ഒരിക്കൽ തിരുവനന്തപുരത്ത് വെച്ചിട്ട് നമ്മളെ ഇതുണ്ടല്ലോ ടീച്ചേഴ്സിന്റെ അവിടെ ഒരിക്കൽ സംസാരിക്കണ്ടായി. അപ്പൊ അതൊക്കെ ഓർമ്മയുണ്ട്. എപ്പോഴും ചിരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പൊ അങ്ങനെ നിങ്ങളെ എത്തിങ്ങാനിലെ കുട്ടികൾ നിങ്ങളെ കൂടെ ഉണ്ടായിരുന്നു? അല്ല, MK മക്കള് എത്തിങ്ങാനിലെ പഠിക്കുമ്പോ നിങ്ങളെ കൂടെ ഉണ്ട്. അവരുടെ അഭിസമ്മതമൊക്കെ ഉണ്ടാവും അല്ലേ? അഭിസമ്മതം നമ്മളെ പ്രായം, എന്റെ പ്രായമില്ല, എന്നെക്കാൾ കുറച്ച് പ്രായത്തിലുള്ള ആളാണ്. അപ്പൊ മൂത്ത മകനാണ്, എന്നാണ് എല്ലാവരും വിളിക്കുക. അഭിസമ്മതമാണ്. മൂപ്പര് കുട്ടികൾ അതേപോലെ തന്നെ വേറെ ഏർപ്പാടൊന്നുമില്ല. എല്ലാരും മുടി കളയണം, തൊപ്പിട്ടോളണം, അത് ഈ മകനും ചെയ്തോളണം. അത്രയ്ക്ക് കളിച്ചാണ് കുട്ടികൾക്കും ഒരേ വേഷം, സ്വന്തം മക്കൾക്കും അങ്ങനെ ഒരു ഇതല്ലേ. പിന്നെ ഒരിക്കൽ പാലത്തിങ്ങന്നൊരു സംഭവം ഉണ്ട്. അതായത് അന്ന് ഈ സുന്നി മുജാഹിദും തമ്മിൽ തർക്കായി. എംകാജി വന്നു ആ സാഹചര്യം വിളിച്ചു വരുത്തി. അവിടുന്ന് ആളുകള് പറഞ്ഞു ആചാര്യ ഈ കാര്യത്തിൽ ഇടപെടരുത്, ഇടപെട്ടാൽ നമ്മളെ ലീഗിന് ക്ഷീണമാകുന്നു. അപ്പൊ എടുത്തേക്ക് പറഞ്ഞ അന്ന് റസൂലും കഴിഞ്ഞിട്ട് എനിക്ക് ലീഗുള്ള അങ്ങനെ 2 അനുഭവങ്ങള്. അവിടുത്തെ ജനങ്ങൾ പറയാണ് ഈ പ്രശ്നത്തിൽ നിങ്ങൾ ഇടപെട്ടാൽ ലീഗ് ക്ഷീണാവും. അപ്പൊ ലീഗ് ക്ഷീണം വന്നോട്ടെ, കുഴപ്പമില്ല എന്നാണ് കഴിഞ്ഞിട്ടുള്ള ലീഗുള്ളൂ. പിന്നെ ഏത് ഭാഷയുടെ പ്രസംഗം വരികയാണെങ്കിലും ഖുർആനും സുന്നത്തും മുറുകെ പിടിപ്പിക്കുക. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അതാണ് നമ്മുടെ ജീവിത പാത. അതാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ എപ്പോഴും ഏത് പ്രസംഗത്തിലും ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുക. എന്നാൽ നമ്മൾ വഴിപഴക്കുകയില്ല. പിന്നെ മൂപ്പര് ഒരു പ്രസംഗമില്ലേ, പ്രസംഗിക്കാൻ പറയുന്ന കാര്യങ്ങൾ. അപ്പം നമ്മൾ പിന്നെ നിങ്ങൾ 71 വന്നത്. അപ്പോൾ 71 വന്ന് പിന്നെ 83 MK ഹാജി സാഹിബ് വഫാത്താവുന്നത്, നവംബർ 5. അപ്പോൾ അതുവരെയുള്ള കാലത്ത് നിങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരുപാട് അനുഭവങ്ങൾ കുറച്ചൊക്കെ ഉണ്ടാവും, വലിയൊരു ഇല്ലെങ്കിലും. എന്തൊക്കെയായിരുന്നു ആ അനുഭവങ്ങളൊന്ന് പറഞ്ഞു നോക്കാൻ പറ്റുമോ? മൂപ്പരെ വീട്ടിൽ എന്തെങ്കിലും പിന്നെ സംഘടനാപരമായിട്ടുള്ള എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഭക്ഷണം കൊടുക്കാൻ ഒക്കെ നമ്മളെ വിളിക്കും. അങ്ങനെ ഓരോ ഇത് അവരെ സ്വീകരിക്കും. പിന്നെ നല്ല ഇതിലായിരുന്നു നമ്മളേറ്റുള്ള ഇത്. ദേഷ്യമുണ്ടെങ്കിലും അപ്പുറത്തിന് ദേഷ്യം മാഞ്ഞു പോവും. അങ്ങനെയുള്ള ഇതാണ്. പിന്നെ നവംബർ 5 1983 നവംബർ 5 രാവിലെ 7 മണി 6:45 മണിക്കാണ് മൂപ്പരെ മരണം. അത് അത്ര ഓർമ്മിക്കാൻ കാരണം എന്താ ആ സമയം? അതായത് രാവിലെ കുട്ടികൾ മദ്രസയിൽ പോയി, രാവിലെ മദ്രസയിൽ പോയി. അപ്പം തന്നെ മജീദാക്ക വന്നിട്ടായിരുന്നു. പിന്നെ അജര് മരിച്ചിരിക്കണം. മദ്രസ വിടാൻ പറയാറുണ്ട്. അങ്ങനെ മദ്രസ വിട്ടു. അപ്പോൾ അത് ആ സമയത്ത് നിങ്ങളുണ്ട് ഇവിടെ? നിങ്ങൾ ഓഫീസിലുണ്ടാണോ? ഓഫീസുണ്ട്. ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓഫീസ് ജീവനക്കാരനാണ്? PSM കോളേജ് വർക്കറാണ് അല്ലേ? 83 ജനുവരി 10 കയറി. പിന്നെ അതിന് മുമ്പ് TTIയിലാണ്. ജനുവരി 10 നിങ്ങൾ 83 PSM ജനുവരി 10 നിങ്ങൾ കയറി. അപ്പോൾ നിങ്ങൾ കയറിയ ആ വർഷമാണ് അദ്ദേഹം വഫാത്താകുന്നത് അല്ലേ? ശരി. അപ്പോൾ ഈ പിന്നെ ഈ മുജാഹിദ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വലിയ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ടല്ലോ, അതേ ബന്ധപ്പെട്ട് എന്തെങ്കിലും ഓർമ്മ ഉണ്ടോ? KC അബൂബക്കർ മൗലവി ഒരിക്കൽ പിന്നെ പായത്തിങ്ങൽ വയലിൽ പറഞ്ഞപ്പോൾ പിന്നെ അവിടുത്തെ കടപ്പുറത്തുള്ള ആൾക്കാർ വന്നിട്ട് അതിനെ എതിർത്തു. അന്ന് ആചാര്യ ഇടക്കരന്ന്
എന്നുള്ളത്. അപ്പോൾ ഇടയ്ക്കന്ന് ഇവിടുന്ന് വിവരം കൊടുത്തു. മൂപ്പര് ഉടനെ വന്നു. അങ്ങനെ പാലത്തിൻ്റെ ഇപ്പുറം വെച്ചിട്ട് കാർ നിർത്തിയ ഡോറ് ഭയങ്കരമായ ഉച്ചത്തിൽ തുറന്നുകാണ്ട് മൂപ്പര് ഓടി പോയി. അപ്പൊക്ക് ഇവരെല്ലാവരും ഓടിപ്പോയി. ആര് പിന്നെ എതിർക്കാൻ വന്നേ അവര് ഓടിപ്പോയി. അങ്ങനെ കേസി അത് പ്രസംഗം അന്ന് സമയത്ത് നിങ്ങളുണ്ടോ അവിടെ? ഇല്ല നമ്മളില്ല, പക്ഷെ നമ്മൾ കേട്ട അറിവാണ്. വീട്ടിൽ പറഞ്ഞ അറിവാണ്. പിന്നെ എത്തിങ്ങാനിൽ മാസാന്ത യോഗം ഉണ്ടാവില്ലേ? അതിൽ മൂപ്പര സംസാരത്തെ പറ്റി നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ? ഇപ്പോൾ ഏത് ഇതിൽ പ്രസംഗിക്കുകയാണെങ്കിലും ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ പറയും. അത് മതപരമായിട്ടുള്ള മീറ്റിംഗ് ആണെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള മീറ്റിംഗ് ആണെങ്കിലും അള്ളാഹിൻ്റെ ഖുർആൻ നബിയുടെ സുന്നത്ത് അനുസരിച്ച് ജീവിക്കാൻ പറയും. അങ്ങനെ ആ ഉപദേശം മൂപ്പരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ആ ജീവിതത്തിൽ അങ്ങോളം കെ ഹാജിയെ ബന്ധപ്പെട്ട് ഒരു പുസ്തകം തയ്യാറാക്കാൻ വേണ്ടി പിന്നെ എം കെ ഹാജിയെക്കുറിച്ച് അറിവുള്ള അല്ലെങ്കിൽ ആ കാലത്ത് ജീവിച്ച എം കെ ഹാജിയെ പരിചയമുള്ള കുറേ ആളുകളെ നമ്മൾ അഭിമുഖം നടത്തുക. അപ്പോൾ സാറ് അവിടെ എം കെ ഹാജിയെ ബന്ധപ്പെട്ട് ജീവിച്ചിട്ടുണ്ട്. അവിടെ തിരുവങ്ങാടി ജീവിച്ചു. എം കെ ഹാജിയെ അറിയാം. ആ നിലക്ക് എം കെ ഹാജിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഓർമ്മകളാണ് താങ്കൾക്ക് ഷെയർ ചെയ്യാൻ കഴിയുക? 961 മുതൽ 968 വരെ ഞാൻ തിരുവങ്ങാടി എത്തിങ്ങാനിലാണ് പഠിച്ചത്. അപ്പോൾ ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1000 അനാഥ കുട്ടികൾ അവിടെ ഉണ്ട്. അന്ന് ഈ ഓർഫൻസിനല്ലാതെ മറ്റാരെയും എടുക്കുകയില്ല. അപ്പോൾ ഈ 1000 കുട്ടികളെ നിയന്ത്രിക്കുന്നത് ഒരൊറ്റ വാർഡനാണ്, മൂസ സാഹിബ്. ടി.പി. മൂസാക്ക. അതെ. അപ്പോൾ ഞങ്ങളാ ഒരു കാലത്ത് നാട്ടിലേക്ക് വിടുന്ന പരിപാടിയില്ലായിരുന്നു. അപ്പോൾ കുട്ടികൾ 2-3 കൊല്ലം വർഷം കഴിഞ്ഞിട്ടാണ് നാട്ടിലേക്ക് വിടുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ ഞങ്ങൾക്ക് നാട്ടിൽ പോകണമെന്നുള്ള ഉമ്മ മാത്രമാണല്ലോ വീട്ടിലുള്ളൂ, ഓരോരുത്തരുടെ കുടുംബങ്ങളുടെ. അപ്പോൾ അവരെ കാണാൻ വേണ്ടി ഈ അത്യാഗ്രഹം ഉണ്ടായി. അപ്പോൾ എന്ത് ചോദിച്ചാൽ പിന്നെ അപ്പോൾ നാട്ടിൽ പോകാൻ വല്ല മാർഗവും കാണണം. അതിന് പിന്നെ എം കെ ഹാജിയെ പിന്നെ എം കെ ഹാജി ഇടയ്ക്കിടയ്ക്ക് മൂപ്പറ വീട്ടിൽ നിന്ന് എത്തിങ്ങാനിലെ കുട്ടികളെ സന്ദർശിക്കാൻ വേണ്ടി എല്ലാ റൂമുകളും പരിശോധിക്കും. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾക്ക് നാട്ടിൽ പോകേണ്ട ആഗ്രഹം വന്നപ്പോൾ കുട്ടികളെല്ലാം കൂടി സംഘടിച്ചു. അങ്ങനെ അദ്ദേഹം വരുന്ന ആ സമയം നോക്കി നിന്ന്. അപ്പോൾ ഇങ്ങനെ ആ എം കെ ഹാജി അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്നുള്ള അറിഞ്ഞു. അങ്ങനെ ഞങ്ങളെ താമസിക്കുന്ന റൂമിലെത്തിയപ്പോൾ ഈ കുട്ടികളെല്ലാം അന്നെല്ലാം ഞങ്ങളെ 10-12 വയസ്സായ കുട്ടികളാണ്. ഞങ്ങളെല്ലാം കൂടി സംഘടിച്ച് വട്ടത്തിൽ നിന്ന് എം കെ ഹാജിനെ സെൻറ്ററിലാക്കി നിന്ന്. എന്നിട്ട് അദ്ദേഹത്തെ എല്ലാവരും കൂടി ഒരൊറ്റ കരച്ചൽ കുട്ടികൾ. എന്താണോ കരയുന്നത്? അപ്പോൾ ബാപ്പയെ ഞങ്ങൾക്ക് നാട്ടിൽ പോകണം, ബാപ്പയെന്നാ വിളിക്കുക, ബാപ്പ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ. പക്ഷെ ഇദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം അത്രയും ഗെറ്റപ്പുള്ളൊരു വ്യക്തിത്വമുള്ള ഒരു മനുഷ്യനാണല്ലോ. അങ്ങനെയാണ് അവസാനം പിന്നെ വട്ടിട്ടപ്പോൾ മൂപ്പർക്ക് തന്നെ ഒരു ദയ തോന്നി. കാരണം വളരെ ദയുള്ള മനുഷ്യനാണല്ലോ. അങ്ങനെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പിന്നെ മൂസനെ വിളിച്ചു, പാടനോട് പറഞ്ഞ് എല്ലാ കുട്ടികളെയും നാട്ടിലേക്ക് വിട്ടു. അങ്ങനെ ആ പിറ്റേ ദിവസം വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരും നാട്ടിൽ പോയി. പിന്നെ എനിക്കുണ്ടായ ഒരു അനുഭവം, ഞാൻ എത്തിങ്ങാനെന്ന് ഇങ്ങനെ അവിടെ നിന്ന് പോന്ന് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ എം കെ ഹാജി ഒന്ന് കാണാൻ വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. അപ്പം മൂപ്പർക്ക് സുഖമില്ലാതെ ഇങ്ങനെ ഇരുന്ന് പത്രം വായിച്ചോണ്ടിരിക്കും. അപ്പം ഞാൻ പിന്നെ സംഭവം പറഞ്ഞു, ഞാനിങ്ങനെ എത്തിങ്ങാനയിൽ പഠിച്ചാണ്, ഹാജിയെ ഒന്ന് കാണാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം മൂപ്പർ അദ്ദേഹത്തെ ഒരു കഥ പറഞ്ഞു. ഞാൻ ഹജ്ജിന് പോയ അന്ന് വിമാനത്തിൻ്റെ പിന്നെ സർവീസൊന്നും ഇല്ലാത്തൊരു കപ്പൽ, അതെ, കപ്പലിൽ പോയി. അങ്ങനെ അവിടെ എത്തി. പിന്നെ ജിദ്ദയിലെത്തിയപ്പോൾ ഈ എൻ്റെ ചരക്കുകളെല്ലാം, അത് ബാഗുകളും കാര്യങ്ങളെല്ലാം എടുത്ത് ഒരാൾ വെച്ച് പിന്നെ തലസ്ഥാനത്ത് എത്തിച്ചു. അപ്പോൾ ഇദ്ദേഹം പിന്നെ എം കെ ഹാജി
പൈസ കൊടുക്കാൻ വേണ്ടി വല്ലതും പറഞ്ഞു ഞാനിങ്ങനെ എത്തിക്കാനെ പഠിച്ചൊരു കുട്ടിയാണ്, എനിക്ക് ഇവര് പൈസ വേണ്ട കെട്ടിപ്പിടിച്ചു. അങ്ങനെയുള്ള ഒരു അനുഭവമാണ്. പിന്നെ ഞങ്ങൾക്ക് ഈ അനുഭവം ആരാ പറയുന്നത്? അനുഭവം അദ്ദേഹം പറയാ എന്നോട്, നിങ്ങളോട് പറയണേ. ഞാൻ പിന്നീട് എത്തിങ്ങാനെന്ന് വിരമിച്ച ശേഷം എത്തിങ്ങാനെന്ന് പോയതിന് ശേഷം എനിക്ക് MK ഹാജിനെ കാണുന്നുള്ള ആഗ്രഹം ഉണ്ടായി. അങ്ങനെ നേരിട്ട് കാണാമെന്ന് വിചാരിച്ച വീട്ടിൽ പോയതാണ്. അന്ന് പിന്നെ മുപ്പറ് വീട്ടിൽ സ്ഥിരമായിട്ടില്ല. വലിയ ശാരീരികമായി അനുഭവിക്കുന്ന കാലഘട്ടം 80കളിലായിരിക്കും. അതെ, 80ന്റെ എത്രയോ മുമ്പ് 61, 65 കാലഘട്ടത്തായ. അല്ല, നിങ്ങൾ വീണ്ടും പോയത് ആയിരിക്കും ഓർമ്മയില്ല. എന്തായാലും അദ്ദേഹത്തെ കാണാൻ. പിന്നെ MK ഹാജി എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഒരു കാറ് എപ്പോൾ അവിടെ എത്തിക്കാൻ്റെ നമ്മളെ ആ ഓഫീസിൻ്റെ മുമ്പിൽ ഉണ്ടാവും. അതെന്തിനാണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് വല്ല രോഗവും മറ്റും ഉണ്ടെങ്കിൽ പിന്നെ കുട്ടികളെ കയറ്റി നേരത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനല്ലോ. അങ്ങനെ എന്നെ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. സ്ഥിരമായിട്ടൊരു കാർ, അതിങ്ങനെ മൂപ്പര് വക്കുപോയി കാറാണ്. അതെ, അദ്ദേഹം വക്കുപോയി എന്നാണ്. ഞാൻ എൻ്റെ കാറ് ഈ കുട്ടികളെ രോഗങ്ങളെല്ലാം ശിവയാക്കാൻ വേണ്ടി കാറിൽ കയറ്റാൻ മൂസെ നീ ഒന്നും വേറൊന്നും വാഹനം വിളിക്കൊന്നും ചെയ്യരുതെന്ന്, അങ്ങനത്തെ ഒരു അനുഭവം. പിന്നെ ചെറിയ കുട്ടിയായതുകൊണ്ട് എനിക്ക് അത്ര തന്നെ ഓർമ്മ ഉണ്ടാവില്ല. അതെ, അരീക്കോട് കോളേജിൽ വിളിച്ചത് അപ്പം എന്നോട് ഫീസ് വാങ്ങണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ അറബി കോളേജിൽ എത്തിച്ചത്. അങ്ങനെ അറബി കോളേജിൽ പ്രിലിമിനറി പാസ്സായിട്ട് എനിക്ക് മടവൂര് അടുത്തൊരു സ്ഥലമുണ്ട്, മുട്ടാഞ്ചേരി, കോഴിക്കോട് കുന്നമംഗലം സബ് ജില്ലയിലാണ്. അവിടെ ഒരു ഹുസൈൻ മൗലവി ഉണ്ടായിരുന്നു. മൂപ്പര കേരളത്തിലാണ് ഒരു UP സ്കൂളിൽ ജോലി പ്രിലിമിനറി പാസ്സായ കലാകാരൻ. അങ്ങനെ ഞാൻ കേപ്പിലെടുത്ത് എൻ്റെ TC വാങ്ങാൻ വേണ്ടി ചെന്നപ്പോൾ TC തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിഷമിപ്പിച്ചു. നമ്മൾ മതം പഠിക്കുന്ന ആളുകൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് നഷ്ടമാണ് എന്നൊക്കെ പറയുന്നത് വളരെ ശരിയാണ്. അത് നമുക്ക് എതിർക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ആചാര്യത്തി വന്നപ്പോൾ ആചാര്യ കേൾപ്പിക്കൊരു എട്ട് കിട്ടി. അപ്പം എന്നോട് ആചാര്യ ഒരു വശീയത്ത് എഴുതുന്നത് ഈ ഒരു മതപണ്ഡിതനാണ്, പുതിയ പ്രസംഗമൊക്കെ നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഞാൻ ആദ്യം തിരുനാടി ഇവിടെ ഹത്തീബാണ്. എന്നാൽ അക്കിമൗലവിയാണ്. അക്കിമൗലവി എന്താ ഈ വൈദ്യശാസ്ത്രം പിന്നീടിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ അവർക്ക് പ്രേമാജിക്കൊന്നും ഇഷ്ടപ്പെടാതെ ഇരിക്കുകയും മൗലവി കുത്തുബ കുറച്ച് കുറക്കണം എന്ന് പറയുകയും ചെയ്തു. 5 മിനിറ്റ് കൊണ്ട് പിന്നെ കുത്തുബ ഒരു വാശി പിടിച്ചിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടത്. സത്യാവസ്ഥ സംഭവമാണ്. അങ്ങനെ മൂപ്പനെ ഒഴിവാക്കി. അതിന് ശേഷമാണ് ഞാൻ ഇവിടെ ഖത്തീബായി വന്നതല്ല. എനിക്ക് പ്രസംഗം അറിയില്ല, കുത്തിൻ്റെ അറിയില്ല, വിവരമില്ല. അങ്ങനത്തെ എന്താണ് ഇപ്പോൾ ഒരു വലിയ ആലിമൊന്നും അല്ല എന്നൊക്കെ പറയുന്നത്. അങ്ങനത്തെ അവസ്ഥ. അപ്പം അങ്ങനെ അന്ന് കുത്തുബ പറയാൻ പറ്റില്ല പറയുമ്പോൾ കുറേ ആളുകൾ പിന്നെ ഞാൻ കുത്തുബായിട്ട് ഒന്ന് ഒഴിഞ്ഞു പോയി. പിന്നെ ആ ഒഴിഞ്ഞു പോയ ആളുകൾ മുഴുവൻ അങ്ങോട്ട് വരേണ്ട ഒരവസ്ഥയുണ്ട്. കുറേ കാലമായിട്ട് അങ്ങനെ 40 കൊല്ലം 1980 മുതൽ 2020 വരെ ഞാൻ തർമ്മൽ പള്ളിയിൽ MK ഹാജിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ എനിക്ക് MK ഹാജി എന്ന് ഓർമ്മ വരുമ്പോൾ വേറെ ഒരു സഹാബിനെ കൂടെ ഓർമ്മ വരും. ഉമറുൽ ഖത്താബ് തന്നെ MK ഹാജി ഏകദേശം ഒരു സ്വഭാവമാണ്. സത്യത്തിൻ്റെ എതിരിൽ ആരെന്ത് പറഞ്ഞാലും അത് സത്യമായിട്ട് പ്രതികരിക്കും. അതാണ് അവരുടെ സ്വഭാവം. അപ്പം ആ നിലക്ക് നമ്മൾ എപ്പോഴും അതിന് പിന്നെ MK ഹാജിയെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ ദോഷപ്പേരോ അല്ലെങ്കിൽ ആളുകൾ അറിയാത്തൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമ്മൾ രണ്ടാളും ഈ സ്ഥാപനത്തിൽ പഠിച്ചു. അപ്പോൾ നിങ്ങളിപ്പോൾ KSTUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് ആണല്ലോ റിസർച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ നിലക്ക് പിന്നെ നമ്മുടെ ഒരു അനുജൻ അനിയ സുഹൃത്ത് KSTUവിൻ്റെ
സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമായിരുന്നു, അഭിമാനമാണ്. അപ്പോൾ അതിലിപ്പോൾ നമ്മളെ വളർത്തിയ MK ഹാജി സാഹിബിനൊക്കെ എന്തുണ്ട്, അതിലൊരു റോളുണ്ട്, അവരുടെ ഒരു പ്രചോദനം അല്ലേ. അപ്പോൾ ഇനി പിന്നെ MK ഹാജി സാഹിബായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെല്ലാം ഓർമ്മ ഉള്ളത് എന്ന് പറയാൻ പറ്റും? ഞാനിവിടെ വരുന്നത് 79-ലാണ്. 83-ൽ ഇവിടുത്തെ ഒരു തുടർ പഠനം പൂർത്തിയാക്കി പോയി. അതിൽ MK ഹാജി ആയിട്ടുള്ള വലിയ ഓർമ്മ എന്ന് പറയുന്നത് ഞാൻ ഈ സാഹിത്യ സമാജം അതുപോലെ തന്നെ മേഖലയിലൊക്കെ ഒരു താല്പര്യമുള്ള പഠിക്കുന്ന കാലത്ത് അങ്ങനെ ഒരു താല്പര്യമുള്ള ഒരാളാണ്. പക്ഷെ അത് കണ്ടെത്തിയത് TTCയിലെ പ്രിൻസിപ്പാളൊക്കെ ആയിരുന്ന PO ഹംസമാഷാണ്. കുറച്ചും കൂടിയും അതിന് ഒരു എന്താ പറയുക ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പിന്നെ അന്ന് വിദേശത്തു നിന്നൊക്കെ പല ആളുകളും പിന്നെ ഇവിടെ സന്ദർശിക്കും. ഞാൻ അന്ന് അങ്ങനത്തെ ഒരു കാലഘട്ടമാണല്ലോ. ആ സന്ദർഭിക്കുന്ന അറബികൾ അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ മറ്റു സംസ്ഥാനത്തെ ആളുകളൊക്കെ ഈ റാബിത്തൻ്റെ ആളുകൾ പലരും ഇവിടെ വരികയും അന്ന് പിന്നെ ഈ അനാഥശാലയിൽ പഠിക്കുന്ന കുട്ടികളുടെ വിവിധ പരിപാടികളും കലാ സർഗവാസനകളൊക്കെ അവരുടെ മുമ്പിൽ പ്രത്യേകിച്ചും പ്രഭാഷണം മേഖല. അപ്പോൾ അതിൽ അന്ന് പിന്നെ ചെറിയ 8-ലാവുമ്പോൾ തന്നെ 7-ലും 8-ലും ആകുമ്പോൾ തന്നെ ഇംഗ്ലീഷുള്ള പ്രസംഗം അതുപോലെ തന്നെ അറബിയിലുള്ള പ്രസംഗം ഇതുപോലെ ഒക്കെ മലയാളത്തിലുള്ള പ്രസംഗങ്ങളൊക്കെ പിന്നെ എഴുതി ചിട്ടപ്പെടുത്തി തരും. അത് ഞാൻ ബൈഹാർട്ടാക്കി പഠിച്ച് അതിൻ്റെ എല്ലാ സിസ്റ്റത്തോടു കൂടി അവതരിപ്പിക്കുമ്പോൾ MK ഹാജി ഈ വേദിയിലുണ്ടാവും. എല്ലാ വേദിയിലും MK ഹാജി ഉണ്ടാവുമല്ലോ. ആ വേദിയിലുണ്ടായി അവിടെ നിന്ന് അത് കഴിഞ്ഞ് സംസാരം കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു പിതാവിൻ്റെ ലാളനയോടുകൂടി ഒരു പിതാവിന് എത്ര സന്തോഷമുണ്ടാകും തൻ്റെ ഒരു കുട്ടി ഇതുപോലെയുള്ള ഒരു മികവിൽ നിൽക്കുന്നു എന്നുള്ളത് തന്നെ ചേർത്ത് പിടിക്കുകയും കൈ തലയിലൊക്കെ വെക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അറബികളും അങ്ങനെ എന്നെ ചേർത്ത് പിടിച്ച ഒരു അനുഭവങ്ങളും കാര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രത്യേക കെയർ ലഭിച്ചതുപോലെ അത് എൻ്റെ ജീവിതത്തിൽ വല്ലാത്തൊരു കോൺഫിഡൻ്റ് ഉണ്ടാക്കി. ഞാൻ പിന്നെയുള്ള മേഖലകളിലൊക്കെ തന്നെ എത്ര വലിയ ഒരു സദസ്സാണെങ്കിലും അതിലൊന്നും സംസാരിക്കാനല്ല ഒരു വാസന എനിക്കിങ്ങനെ ഒരു കോൺഫിഡൻ്റ് ഉണ്ടായി. പിന്നെ അതിൽ വളരാനും കഴിഞ്ഞു. ഞാൻ ഒരു സംഘടനാ രംഗത്തും തന്നെ ഒരു ഓർഗനൈസിങ് സ്കില്ലും. അപ്പോൾ ഈ സാഹിത്യ സമാജത്തിൻ്റെ കുറേ രംഗത്ത് നാട്ടിൽ കൊടുത്തിട്ടില്ലേ? മുസ്ലിം ലീഗിൻ്റെ രംഗത്ത് ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് 4 പേര് ഇവിടെ അനാഥശാലയിൽ പഠിച്ചിട്ടുണ്ട്. അതിൽ ഒന്നിൻ്റെ ജ്യേഷ്ഠൻ പിന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു ഹംസമാഷ. അദ്ദേഹം മാറാക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുണ്ട്. പിന്നെ അവിടുത്തെ പിന്നെ KNM-ന്റെ ഒക്കെ രംഗത്ത് പ്രവർത്തിച്ചു, പഞ്ചായത്ത് പ്രസ്ഥാനത്തിൻ്റെ രംഗത്തൊക്കെ പ്രവർത്തിച്ചു. അവിടെ ഒരു പള്ളി നമ്മുടെ നാട് വളരെ നാട്ടിൽ നവോത്ഥാന നായകനായിട്ട് അതും ജ്യേഷ്ഠനൊക്കെ അവസാനം പെട്ടെന്ന് ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ 2024 പിന്നെ ഈ പീരീഡിൽ ഉണ്ടായ 2022 അദ്ദേഹം പെട്ടെന്ന് സ്ട്രോക്ക് വന്ന് മരിക്കണ്ടായിരുന്നു. അപ്പോൾ വളരെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരൊക്കെ ആയിട്ട് നല്ല ബന്ധമുള്ള മൂർക്കത്ത് ഹംസ മാസ്റ്റർ, ഞങ്ങൾ ഇനീഷ്യൽ മൂർക്കത്താണ്. അപ്പോൾ ആയിട്ട് ബന്ധമുള്ള ഹൈദരലി തങ്ങൾ, ടി മുഹമ്മദ് ബഷീർ, കുഞ്ഞാലി സാഹിബ് ഒക്കെ അടക്കമുള്ള ഒരുപാട് ആളുകൾ നല്ല ബന്ധം. അക്ഷയ പോലുള്ള പദ്ധതി മാറാക്കര പഞ്ചായത്തിലാണ് പൈലറ്റായി. കുഞ്ഞാലി സാഹിബ് മന്ത്രിയാണ്. അക്ഷയൻ്റെ പിന്നെ പ്രൊജക്റ്റ് ആലോചിക്കുന്നത് PSMO കോളേജിൽ കമ്പ്യൂട്ടറുകൾ മൊത്തം പ്രദർശിപ്പിച്ചിട്ട് ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കും. അത് കുറ്റാമൂർ സാഹിബും കുഞ്ഞാലിക്കുട്ടി സാഹിബും അതിനാണ് അതിൻ്റെ പ്രോഗ്രാം തയ്യാറാക്കിയ ആളുകൾ ഞാനാണ്. ആണല്ലേ? ഈ ശിവശങ്കർ IAS ഇപ്പോൾ പിന്നെ അദ്ദേഹം വന്ന് IT-ൻ്റെ കോർഡിനേറ്റർ എന്തോ ചാർജുള്ള അദ്ദേഹം പിന്നെ ഞങ്ങളെ ജ്യേഷ്ഠൻ്റെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. കാരണം അന്ന് പിന്നെ ഇതിൻ്റെ ചുമതല വഹിക്കുന്ന അദ്ദേഹം കുട്ടിയാമൂർ സാഹിബാണ് ആദ്യ വിഷയം ചിന്തിക്കുന്നത്. അത് NP ആഫീസ് സാഹിബില്ല, അതേപോലെ കുറേ ആളുകൾ ആഫീസ് മുഹമ്മദ് NP ആഫീസ് മുഹമ്മദ് അടക്കമുള്ള കുറേ ആളുകൾ വിളിച്ചു വരുത്തി പിന്നെ ഇവിടെ താനൂരിൽ. എന്നിട്ട് ഈ വിദ്യാഭ്യാസപരമായിട്ട് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ എങ്ങനെ കൊണ്ടുവരണം, അത് 96-ൽ അത് കുഞ്ഞാലി സാഹിബ് IT പിന്നെ വ്യവസായ വകുപ്പ് മന്ത്രിയായപ്പോൾ അതിന് തെരഞ്ഞെടുത്തത് ഒരു പൈലറ്റ് പഞ്ചായത്ത് മാറാക്കര. അന്ന് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഈ പറഞ്ഞ മൂർക്കത്ത് ഹംസ മാസ്റ്റർ ഇവിടെ എല്ലാം പഠിച്ച ആളാണ്. 10ാം ക്ലാസ്സിൽ ഇവിടെ പഠിച്ച ആളാണ്, PDയിൽ കൂടെ പഠിച്ച ആളാണ്, TTC കൂടെ പഠിച്ച ആളാണ്. അപ്പോൾ ആ ഒരു ഇത്
ഇത് വലിയ ഒരു മുന്നേറ്റം നമ്മളെ കുടുംബത്തിൽ. എൻ്റെ ഒരു പെങ്ങള് ഒരു സൈനബ എന്നറിയും, അവൾ അൻസാർ റബി കോളേജ് പഠിച്ചു, 10ാം ക്ലാസ് കഴിഞ്ഞ് അൻസാർ റബി കോളേജിൽ പഠിച്ചു. അവിടുന്ന് നല്ല പ്രാസംഗികയായിട്ട് പിന്നെ രംഗത്ത് മതപ്രവർത്തന രംഗത്താണ് അവൾ പ്രവർത്തിച്ചത്. എൻ്റെ ചെറിയ പെങ്ങള് ആയിഷു, അവളും അത്യാവശ്യം സംസാരിക്കും. അപ്പോൾ പൊതുവെ വീട്ടിലുള്ള ഒരു അന്തരീക്ഷം തന്നെ മാറിയത് യഥാർത്ഥത്തിൽ എം കെ ഹാജിയുടെ സ്വാധീനം വളരെ വലുത്. എം കെ ഹാജി ആഗ്രഹിച്ചത് വിദ്യാർത്ഥികൾ ഭക്ഷണവും വസ്ത്രവും കൊടുക്കുക എന്നുള്ളതല്ല, മറിച്ച് അവരെ സമൂഹത്തിൽ ലീഡർമാരാക്കുക എന്നുള്ളത്. തീർച്ചയായും അതാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അത് സാധ്യമായി. തീർച്ചയായും സമൂഹത്തിൻ്റെ ലീഡർമാർ തന്നെ അദ്ദേഹം ഇവിടുന്ന് ഒരു മതപ്രബോധകന്മാരെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു സമൂഹത്തിൻ്റെ എല്ലാ ഒരു സർവൈവറായിട്ടുള്ള സർവോന്മുഖമായിട്ടുള്ള ഒരു ലീഡർഷിപ്പ് നാട്ടിലും സമൂഹത്തിലുണ്ടാക്കി. ഓരോ പ്രദേശങ്ങളിലും സാധ്യമാകുന്നത്ര വികാസം ഭൗതികമായും മതപരമായും സാംസ്കാരികമായിട്ടും ഉണ്ടാക്കാൻ ഉള്ള ഒരു ഊർജം കൊടുത്തിട്ടാണ് ഇവിടുന്ന് വിട്ടത് വിദ്യാർത്ഥികളെ വിട്ടത്. മുസ്ലിം ലീഗ് രംഗത്തൊക്കെ ഉണ്ടാക്കിയ ചലനം വളരെ വലിയ. രംഗത്ത് വർക്ക് ചെയ്യുന്നുണ്ടോ? മുജാഹിദ് പ്രസ്ഥാന രംഗത്തുണ്ട്, കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ പിന്നെ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. യൂണിറ്റ് സെക്രട്ടേറിയറ്റാണ് പ്രവർത്തിക്കുന്നത്. ഉയർന്ന തലങ്ങളിലേക്കൊന്നും പോകാറില്ല. പിന്നെ എല്ലാ സർഗമേളകളിലും, അതായത് കേന്ദ്രം നടത്തുന്ന സർഗമേളകൾ അതുപോലെയൊക്കെ തന്നെ ഞാൻ മദ്രസയിൽ ഫസ്റ്റും സെക്കൻഡും ഒക്കെ ആയിട്ട് എന്നും നേടിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് സമ്മാനമാണ്. പിന്നെ എൻ്റെ മക്കളെയും ഞാനങ്ങനെ, എൻ്റെ ചെറിയ മകൻ ഇപ്പോൾ പിന്നെ ഈ രംഗത്ത് എം കെ ഹാജിയുടെ സ്വാധീനം നമ്മുടെ നാട്ടിലും കുടുംബത്തിലും ഒക്കെ. അപ്പോൾ പിന്നെ അസ്സലാമു അലൈക്കും. 83 വയസ്സ്. വലിയൊരു പെരുന്നാളിലാണ് ബർത്ത്ഡേ. അതാണ് എനിക്ക് ഇബ്രാഹിമിന്റെ പേര് കാരണം വലിയൊരു ജനിച്ചത്. വാപ്പ 2.5 വയസ്സിൽ മരിച്ചു പോയി. ശരി. അപ്പോൾ 2.5 വയസ്സിൽ വാപ്പ മരിച്ചു. അല്ല, 2.5 വയസ്സിൽ വാപ്പ മരിച്ച് പിന്നെ 5ാം ക്ലാസ് എത്തിയപ്പോഴാണ് നിങ്ങൾ അങ്ങോട്ട് പോകുന്നത്. 4ാം ക്ലാസ്സിൽ നിന്ന് 5ലേക്ക് പാസ്സായി. അതെവിടെ പഠിച്ചത്? 4ാം ക്ലാസ് മൊച്ചാട് മാപ്പിള സ്കൂൾ. മാപ്പിള സ്കൂളോ? അന്ന് മാപ്പിള സ്കൂളൊക്കെ ഉണ്ട്. എൻ്റെ ഉമ്മയും 5 മക്കളും. വാപ്പ 2.5 വയസ്സിൽ മരിച്ചുപോയി. അപകടത്തിൽ. അന്ന് പോകുമ്പോൾ അവിടെ തിരങ്ങാടി ആരൊക്കെ ഉണ്ട്? അധ്യാപകരൊക്കെ ആയിട്ട് ഓർമ്മ ഉണ്ടോ? അധ്യാപകര് അന്ന് പിന്നെ സ്കൂള് വേറെ, ഇങ്ങനെ വേറെ അല്ലേ? വേറെ. പിന്നെ PP ഉബൈദുള്ള മൗലവി, ഉമ്മർ മൗലവി. ഉമ്മർ മൗലവിക്ക് എന്നോട് ഭയങ്കര താല്പര്യ. എന്നെ അടുത്ത് മടിയിലൊക്കെ വെക്കും, പഠിക്കുന്നുണ്ട്. പിന്നെ KN ഇബ്രാഹിം മൗലവി ഹൈസ്കൂളിൽ അറബിക്ക് മനുഷ്യ. KN ഇബ്രാഹിം മൗലവി ഇസാഖ് കല്ലിക്കണ്ടിന്റെ വാപ്പ. കല്ലിക്കണ്ടിന്റെ മൂപ്പർ അവിടെ തിരങ്ങാടി ഉണ്ടായിരുന്നു. തലശ്ശേരി. ഞാൻ ചോദിച്ചത് നിങ്ങൾ തിരങ്ങാടി പോയപ്പോ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? ഉമർ മൗലവി, പിന്നെ ഉബൈദുള്ള മൗലവി, PK മൗലവി, പിന്നെ ജമാലുദ്ദീൻ മൗലവി, പിന്നെ വേറെ ആരാനിയുണ്ട് അവിടെ, MK അബ്ദുറഹ്മാൻ മൗലവി, പിന്നെ കൊടുവള്ളി മുഹമ്മദ് മൗലവി. ഞാൻ പറഞ്ഞില്ലല്ലോ. അങ്ങനെ 8 ആളെങ്ങനെ ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ആൾക്കാരല്ലേ? ഇപ്പൊ എൻ്റെ ജ്യേഷ്ഠന് കാലി സുഖമില്ലാത്ത ആളാ. ഒരു തിരുവുക്കാട് അലിമൊലി ഉണ്ടാണ്. തിരുവുക്കാട് അലിമൊലി. മൂപ്പറുണ്ട്. മൂപ്പരെന്താ ക്ലാസ്സിൽ അങ്ങനെ എടുക്കലില്ല, കുട്ടികളെ കൊണ്ട് നടക്കലും പുഴയെ കൊണ്ടുപോകും, കുളിപ്പിക്കുക, അങ്ങനത്തെ ഒക്കെ സേവനങ്ങൾ, ചിരങ്ങൊക്കെ പിടിച്ച് നാറിയതൊക്കെ ഉണ്ടാവും. അതൊക്കെ കൈകാര്യം ചെയ്യും. മൂപ്പർക്ക് യാതൊരു മടിയില്ല. അപ്പൊ CP ഉമർ മൗലവിയെന്ന് പിന്നെ CP പഠിക്കുക. CP പിന്നെ ഞാൻ തിരാടി കോളേജിൽ പഠിച്ചപ്പോ അറബി കോളേജിൽ MK ഹാജി അവിടെ ഇപ്പോൾ അന്ന് എത്തിങ്ങാലൊക്കെ വരും അല്ലേ? MK ഹാജി വരാണ്ടോ? ഒരു പ്രാവശ്യം ഞങ്ങൾ ഇങ്ങനെ എപ്പോഴും ജാഥായിട്ടാണല്ലോ പോവുക. പിന്നെ പുഴയിൽ കുളിക്കാൻ പോയി മടങ്ങി വരുമ്പോ ഒരു ചെറിയോന് ഞങ്ങളെ ഇതിൽ നിന്ന് തട്ടിപ്പോയി. ഞങ്ങള് വരിയല്ലേ അതിൽ ഇത് MK ഹാജി കണ്ട് മൂപ്പർ ഓടി വന്നു. മൂപ്പർ അന്ന് ടൗണിൽ തിരൂരങ്ങ ടൗണിൽ ഉണ്ടായിരുന്നു. അപ്പം പിടിച്ചു വേണം. പിടിച്ചപ്പോ ഇവനത്തെ പിന്നെ ഉന്തിയത് ആരാന്നാണ് മൂപ്പറ മകനാ. അപ്പൊ വന്നിട്ട് അങ്ങനെ അവനെ പിടിച്ച് ഉന്തിയോനെ പിടിച്ച് എൻ്റെ മകനായതുകൊണ്ട് എന്നെ വെറുതെ എത്തി മക്കളെ നീ തൊട്ടിട്ടുണ്ടെങ്കിൽ അന്നെ ഞാൻ വെറുതെ വിട്ടില്ല.
അത് ശരി. അപ്പോൾ അബ്ദുസമ്മദ് ആയതുകൊണ്ട് അബ്ദുസമ്മദ് പിന്നെ ആക്സിഡന്റ് മരിച്ചതാ. മൂത്ത അന്നേരം പറഞ്ഞു. ആ സമയത്ത് ഞാനുണ്ട്. ഉണ്ടോ? നിങ്ങൾ തിരൂരങ്ങാടി ഉണ്ടല്ലോ. എപ്പോ? 78 വരെ. 78 ഞാനവിടെ ഇല്ല, അബ്ദുസമ്മദ് പിന്നെ രണ്ടാമത് ഓൻ്റെ ഭാര്യൻ്റെ അല്ല ഉമ്മാൻ്റെ അനിയത്തിന് കല്യാണം കഴിച്ച. ആദ്യത്തെ മരിച്ച് പിന്നെ രണ്ടാമത്തെ എനിക്ക്. അപ്പം അന്ന് ആ വരിയിൽ നിന്ന് പുറത്തു നിന്ന് ഉന്തിയ കൂട്ടി അബ്ദുസമ്മദ് മൂത്ത മകനായതുകൊണ്ട് തന്നെ എൻ്റെ മകനായതുകൊണ്ട് തന്നെ അവിടുന്ന് എൻ്റെ മക്കളെ ഇനി തൊട്ടിട്ടുണ്ടെങ്കിൽ എന്നെ വെറുതെ വിടൂലടായിരുന്നു. ആ ശരി, ആ ഉന്തിയാളോട്. മകനോട് സമാധാനം സമതനെ ഉന്തിയതാ. അത് ഉന്തിയത് എത്തിയും കുട്ടി അല്ലല്ലോ. എത്തിയും കുട്ടി അല്ലാത്ത കൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഒരു എത്തിയും കുട്ടിനാ നീ ഉന്തിയിട്ടില്ലെങ്കിൽ ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞു. 3 കണ്ടൻ കുഞ്ഞഹമ്മദ് ആജിയ. അറിയാം. 3 കണ്ടൻ 1943 എത്തിയെങ്കാനെ സ്ഥാപിക്കുന്നത്. അന്ന് 3 കണ്ടാളും മൂപ്പരെത്ത്. 1-2 മാസം മൂപ്പർ ഇതൊക്കെ ഞാൻ അറിയുന്നതാണ്. ആ കഥകളൊക്കെ അങ്ങനെ. 43 അവിടെ ഇല്ല. അല്ല, അദ്ദേഹം പറയാറുണ്ട് എൻ്റെ പേര് 3 കണ്ടനാ. ഞാൻ മരിച്ച 3 കഷ്ണം ചില ചുറ്റ. അതുകൊണ്ട് ഞാൻ തയ്യാറാ എന്ന് പറയും. മരിക്കാൻ തയ്യാറാണ്. എൻ്റെ പേരെന്നെ 3 കണ്ടെന്നാ പറയും. തുടങ്ങാൻ കാരണം 1943 വളരെ. അപ്പോൾ അതൊക്കെ നമ്മളെ കിട്ടിക്ക്. ഇനിയിപ്പോൾ എനിക്ക് കിട്ടേണ്ടത് MK ഹാജിയെ ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള ഓർമ്മ, നിങ്ങൾ കണ്ട പറഞ്ഞ അങ്ങനത്തെ ഒരു ഓർമ്മയല്ലേ? ഇപ്പോൾ ഉന്തിയ സംഭവം പറഞ്ഞില്ലേ, അതേപോലത്തെ എന്തെങ്കിലും ഓർമ്മകൾ പറയാനുണ്ടോ? പിന്നീട് ഞാൻ മദ്രാസിലെത്തുന്ന കാലത്തൊക്കെ മൂപ്പർ 7 ഹോട്ടലാണ്. 7 ഹോട്ടൽ, കാര്യമായുള്ള ഹോട്ടലാണ്, നല്ല ബിസിനസ് നടക്കുന്നു. അതിൻ്റെ ഹെഡ് ഓഫീസാണ് അഹമ്മദ് റെസ്റ്റോറൻറ്റ്. അഹമ്മദ് റെസ്റ്റോറൻറ്റാണ് ഞാൻ കാഷ്യറായിപ്പോൾ. അവിടെ മൂപ്പര് പറഞ്ഞിരിക്കുന്നത് എന്നാ മാസ ശമ്പളം 25 രൂപ മാസം. അത് 6 മാസത്തേക്ക്. അങ്ങനെ 6 മാസം കഴിഞ്ഞാൽ 50 രൂപ തരൂ. അങ്ങനെയും പറഞ്ഞിരിക്കുന്നത്. ഞാൻ മദ്രാസിലേക്ക് പോകാൻ. അപ്പോൾ ഏത് വർഷമാണ് പോയതോ? അല്ല, നിങ്ങൾ ശമ്പളത്തിൽ നിൽക്കുന്നതാടാ? ശമ്പളത്തിൽ നിൽക്കുന്നത് ഞാൻ 62 വലിയ പൈസ. അത് വലിയ പൈസ. നല്ല ശമ്പള. അങ്ങനെ